മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ജോഷ്ല ശിവജി. ഞാൻ ആസ്പയർ HR സൊല്യൂഷൻസ് ആൻഡ് ഇ-ലേൺസ് എന്നൊരു സ്ഥാപനം നടത്തുന്നു. പേട്ടയിലാണ് ഈ സ്ഥാപനം. 6 വർഷമായി. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് റിക്രൂട്ട്മെൻറ്റ്സ് ആണ്. റിക്രൂട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിനെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ കൂടെ തന്നെ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററും ഉണ്ട്. ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് സ്ഥാപനം. അവിടെയും നമ്മൾ കമ്പ്യൂട്ടർ ബേസിക്സും സ്മാർട്ട് ഫോൺ, ഇപ്പോൾ ക്യാഷ്ലെസ്, ഈ റിസർവേഷൻസ് തുടങ്ങിയ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ വേണ്ട എല്ലാ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. റിക്രൂട്ട്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്സ്, അതായത് കൊച്ചിയിലുള്ള ഓപ്പണിങ്സിനാണ് നമ്മൾ കൂടുതൽ റിക്വയർമെൻറ്റ്സ് വരുന്നതും ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. പിന്നെ ബാംഗ്ലൂർ ബേസ് ഉണ്ട്. അതേപോലെ ഇന്ത്യക്ക് വെളിയിലില്ല, ഇന്ത്യക്ക് അകത്തുള്ള റിക്രൂട്ട്മെൻറ്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് വരുന്നത് IT-യും നോൺ IT ആണ്. ആ നോൺ IT-ക്കകത്ത് അക്കൗണ്ടൻറ്റ്, അഡ്മിൻ, HR തുടങ്ങിയ മേഖലകളിൽ ഉള്ള റിക്വയർമെൻറ്റ്സ് ആണ് മിക്കവാറും വരുന്നത്. അതുപോലെ തന്നെ IT-യിൽ വരുന്നത് വെബ്സൈറ്റ് ഡിസൈനിങ്, അതിനകത്ത് ഉള്ള PHP, ജാവ, ആൻഡ്രോയിഡ് അങ്ങനെയുള്ള ടെക്നിക്കൽ സ്കില്ലുള്ളവരെയാണ് ചോദിക്കുന്നത്. ഇൻഫോ പാർക്ക് മേഖലയിൽ ധാരാളം ക്ലയൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൊച്ചി മേഖലകളിലും പല സ്ഥലങ്ങളിലുമായിട്ടും ക്ലയൻസ്, കിൻഫ്ര അങ്ങനെ തുടങ്ങിയ മേഖലകളിലും ക്ലയൻസ് ഉണ്ട്. ഇപ്പോൾ 6 വർഷമായിട്ട് ഒരു 1500ഓളം കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഓരോ വർഷത്തിലും പ്ലേസ്ഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർക്ക് വേണ്ട ട്രെയിനിങ്ങും ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻഫോ പാർക്ക് മേഖലയിൽ തന്നെ നമ്മൾ ട്രെയിനിങ് സെൻറ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു മാസം തന്നെ ഒരു 30-40 പിള്ളേരെ ട്രെയിനിങ് ചെയ്തിട്ട് അത്രയും പേരെ തന്നെ പ്ലേസ് ചെയ്തതിന് ശേഷമാണ് അടുത്ത സെറ്റ് ഓഫ് ടീമിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. അതേപോലെ പഠിക്കാനും വരുന്ന കുട്ടികളെ എല്ലാം തന്നെ ആദ്യം ഒന്ന് സ്ക്രീൻ ചെയ്തിട്ടാണ് എല്ലാവരെയും എടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ്ങും മറ്റ് ട്രെയിനേഴ്സിനെ വെച്ചിട്ട് കൊടുത്തിട്ടാണ് അവരെ നമ്മൾ പല മേഖലകളിലേക്ക് ഇൻ്റർവ്യൂവിനായിട്ട് തന്നെ അയക്കുന്നത്. പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ ക്ലാസ്സിനകത്ത് വരുന്നത് റിക്രൂട്ട്മെൻറ്റ്. അവർക്ക് ഈവൻ ജോലി വേണം എന്നുള്ളവർക്ക് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ ചുറ്റുവട്ടം ഒക്കെയുള്ള പാർലേഴ്സ് നടത്തുന്നവർ, വുമൺ ഓൺട്രപ്രണേഴ്സ്, പല മേഖലകളിലുള്ള വുമൺ ഓൺട്രപ്രണേഴ്സിനൊക്കെ എങ്ങനെ സിസ്റ്റത്തിൽ അവരുടെ പ്രോഡക്റ്റിനെ ഇങ്ങനെ മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ, അതായത് മാർക്കറ്റിംഗ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഫേസ്ബുക്ക് പേജാണ് അതിനകത്ത് മെയിനായിട്ട് ചെയ്യുന്നത്. അങ്ങനെ വുമൺ ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയും ഈവൻ ചെറിയ ക്രാഷ് കോഴ്സായിട്ട് ടാലി എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഓൺട്രപ്രണേഴ്സിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഗ്രാഫിക് ഡിസൈനിങ്ങും ക്രാഷ് കോഴ്സിൻ്റെ ടാലിയും അതുപോലെ ഈ ഒരു വെബ് പേജും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സായിട്ടാണ് ചെയ്യുന്നത്. നാഷണൽ ലെവൽ റിക്രൂട്ട്മെൻറ്റ്, അതായത് ഡൊമസ്റ്റിക് റിക്രൂട്ട്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ലെവലല്ല, പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ഇല്ല. ഇവിടെ നമ്മളുടെ രാജ്യത്തുള്ള റിക്വയർമെൻറ്റ്സിനെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഈ ഒരു 1 to 3 ഇയേഴ്സ് എക്സ്പീരിയൻസ്, 3 to 5 ഇയേഴ്സ് എക്സ്പീരിയൻസ്, 5 to ഒരു 8 ഇയേഴ്സ് എക്സ്പീരിയൻസ്. ആ ഒരു കാറ്റഗറിയാണ് മെയിനായിട്ട് നമ്മൾ എടുത്ത് ചെയ്യുന്നത്. ധാരാളം റിക്വയർമെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി 3, 4, 5 ക്ലയൻസിനെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് കാൻഡിഡേറ്റ്സിനെയും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം ഗ്രാജുവേഷൻ കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനെയാണ് സോഴ്സ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏത് മേഖലയിലാണെങ്കിലും ഒരു അക്കൗണ്ടൻറ്റും, അഡ്മിനും, HR-ഉം, മാർക്കറ്റിങ്ങും ആയിട്ടുള്ള സ്റ്റാഫിനെ വേണം.
അതുകൊണ്ട് തന്നെ മേഖലകൾ അങ്ങനെ പ്രത്യേകം ചൂസ് ചെയ്യാതെ എവിടെയാണോ അക്കൗണ്ടൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്, എവിടെയാണോ HR-ൻ്റെ റിക്വയർമെൻറ്റ്, അതേപോലെ എല്ലാവർക്കും വേണ്ട ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കിട്ടാത്ത ഒരു ഇതാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. പക്ഷെ നമ്മൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിൻ്റെ മാത്രം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മേഖലകൾക്കും വേണ്ട എല്ലാ സ്റ്റാഫിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻ ഹൗസ് സ്റ്റാഫാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് ആണെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അല്ലാത്ത പക്ഷം നമ്മളൊരു ട്രെയിനിങ് കൂടെ കൊടുത്തിട്ടാണ് ഇവരെ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. ഏത് മേഖലയായാലും കുഴപ്പമില്ല, ഏത് മേഖലയിലേക്കും എല്ലാവർക്കും ഒരു അക്കൗണ്ടൻറ്റിനെ വേണം, HR വേണം, അഡ്മിൻ വേണം, മാർക്കറ്റിംഗ് വേണം. അത് 4 എണ്ണവും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലസ് സിവിൽ, മെക്കാനിക്കൽ തുടങ്ങിയ മറ്റും റിക്വയർമെൻറ്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. വീട്ടിൽ എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്. അടുത്ത് തന്നെയാണ് ഓഫീസ്, പോയി വരാവുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാ കറസ്പോണ്ടൻസും മെയിൽ ത്രൂ ആണ് ചെയ്യണത്. അത് ഈവൻ വീട്ടിലിരുന്നായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ സമയം അതിനനുസരിച്ച് ക്രമീകരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ HR പ്ലേസ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് റിക്രൂട്ട്മെൻറ്റിന് എപ്പോഴും നമുക്ക് ഒരിക്കലും ഇപ്പം ഏത് സമയത്താണെങ്കിലും ഇപ്പം ഒരു ഡൗൺ ആയി വരുന്നത്, ഇപ്പോൾ ഓക്കെ ജോലിയിലെ ആൾക്കാർ തിരിച്ച് നാട്ടിലേക്ക് വരണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും ശരി, ഈവൻ അപ്പ് ആയാലും ശരി, രണ്ടും വരുമ്പോഴും റിക്വയർമെൻറ്റ് എപ്പോഴും ഉണ്ട്. എപ്പോഴും നമുക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് കാരണം നമുക്ക് ഒരിക്കലും ഒരു ഡൗൺ ആയിട്ട് പോകാറില്ല. റിക്രൂട്ട്മെൻറ്റ് ഒരിക്കലും ഡൗൺ ആയിട്ട് പോകാറില്ല. എപ്പോഴും ഒന്നില്ലെങ്കിൽ ആൾക്കാരെ ആവശ്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമുക്ക് ഡാറ്റാബേസ് എല്ലാം റെഡിയാക്കി വയ്ക്കാം. ഒരു സമയത്ത് ഇതിങ്ങനെ ആൾക്കാരെ റിക്വയർമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള മെയിൽസ് ധാരാളം വരും. ആ സമയത്ത് നമ്മൾ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും റിക്രൂട്ട്മെൻറ്റ് എന്ന ഫീൽഡിൽ ഒരു താഴ്ച ഉണ്ടാവാറില്ല. റിക്വയർമെൻറ്റ്സ് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ മേഖലയിൽ പ്രധാനമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ കാൻഡിഡേറ്റ് ഈവൻ ഒന്ന് നന്നായി പെർഫോം ചെയ്യാതെയോ അല്ലെങ്കിൽ ഒന്ന് സർവൈവ് ചെയ്യാതെ അല്ലെങ്കിൽ ഒന്ന് നിലനിൽക്കാതെ ആ ഒരു കമ്പനിയിൽ വരികയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് വരും. ഈവൻ ഈ കാൻഡിഡേറ്റ്സ് എപ്പോഴും അവരും ഒരു 3 months എങ്കിലും കവർ ചെയ്തില്ലെങ്കിൽ അത് വിടുന്ന കൺസൾട്ടൻസിക്കാണ് അതിൻ്റെ നഷ്ടം വരുന്നത്. അത് കാൻഡിഡേറ്റ്സ് മനസ്സിലാക്കി നമ്മൾ ക്ലാസ് കൊടുത്തിട്ടാണ് വിടുന്നതെങ്കിലും ചില ആൾക്കാർ കമ്പനികളിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ച് നാളൊക്കെ നിന്നിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റു സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്, ഇതിൻ്റെ ഒരു വെല്ലുവിളിയാണെന്ന് തന്നെ പറയാം. ഫ്യൂച്ചർ പ്ലാൻസ് എനിക്ക് ഇത് റിക്രൂട്ട്മെൻറ്റ് തന്നെ കുറച്ച് നല്ല വൈഡായിട്ട് ചെയ്യണമെന്നുണ്ട്. ഒരു റിക്വയർമെൻറ്റ് പോലും വിടാതെ എനിക്ക് വരുന്ന ഓരോ റിക്വയർമെൻറ്റും എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയ്ക്കും ഞാൻ അതിനെ അത്രയും സ്റ്റാഫിൻ്റെ സോഴ്സും എല്ലാം യൂസ് ചെയ്ത് വളരണം എന്നാണ് ആഗ്രഹം. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ കവർ ചെയ്യുന്ന രീതിയിൽ അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എബ്രോഡും കൂടി എടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ട ലൈസൻസും കാര്യങ്ങളും എല്ലാം ഞാനിങ്ങനെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. പയ്യെ അതിലേക്കും കൂടെ എത്തണം. വീട്ടിൽ എനിക്ക് ഹസ്ബൻഡും 2 മക്കളുമാണ് ഉള്ളത്. ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. അതേപോലെ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ബ്രദറും സിസ്റ്ററുമാണ്. എനിക്ക് വീട്ടിൽ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. എന്ത് കാര്യത്തിനായാലും ഇവരുടെയൊക്കെ ഒരു പ്രോത്സാഹനം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മദറും വർക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. അതേപോലെ തന്നെ എൻ്റെ ഇൻലോസിലും എൻ്റെ മദറിൻലോയും ഫാദറിൻലോയും എല്ലാവരും ജോലിക്കാരാണ്. അപ്പോൾ അവർക്കും അറിയാം എന്താണ് ഒരു ജോലിയുടെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് അവരെന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇൻഫോ പാർക്കിലെ സിറോക്സ് എന്ന കമ്പനിയുടെ സീനിയർ ഡയറക്ടറാണ്. ഇന്ത്യയും യൂറോപ്പുമാണ് ഹസ്ബൻഡിൻ്റെ ഇൻചാർജ്. അതുകൊണ്ട് തന്നെ ഹി ഓൾസോ നോസ് വെരി വെൽ എങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതിന് വേണ്ട എല്ലാ സഹകരണവും എല്ലാം ചെയ്തു തരുന്നുണ്ട്. കമ്പ്യൂട്ടർ ക്ലാസ് ഞാനിപ്പോൾ 40 കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ക്ലാസ് തന്നെ ഞാൻ എൻ്റെ പാരൻസിനെ പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു ആശയമാണ്. അത് എനിക്ക് എല്ലാവരെയും പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നവർ 2 പേരെ വെച്ചിട്ടെങ്കിലും പഠിപ്പിക്കുക. നമ്മളൊരു സമൂഹം മൊത്തം മുന്നോട്ട് വളരെ വേഗത്തിൽ കുതിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ മാറി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈവൻ നമ്മുടെ വീട്ടിൽ തന്നെ കാണാം ഉദാഹരണങ്ങൾ. അവരെ നമ്മൾ അറിയുന്നവർ പഠിപ്പിച്ചിട്ട് അവരെയും കൂടെ നമ്മൾ ഒപ്പം കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഞാൻ ഈ കമ്പ്യൂട്ടർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പാരൻസിന് തന്നെ ഇത് പറഞ്ഞു കൊടുത്ത് അവരെ ഇങ്ങനെ ഇത് ചെയ്യിക്കുന്ന സമയത്ത്
ഓക്കെ, അന്നേരം എനിക്ക് മനസ്സിലായി ഇവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ മനസ്സിലാക്കി എടുക്കുന്നുണ്ടെങ്കിലും ഇവർ ഒരുപാട് പുറകിലോട്ടാണ്. നമ്മളുടെയൊക്കെ ഒരു കമ്പ്യൂട്ടറൊക്കെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ ചെറിയൊരു ആഡ് കൊടുത്ത് ഇങ്ങനെ ഇതിനെക്കുറിച്ചിട്ട് ഇട്ടപ്പോൾ തന്നെ ധാരാളം എൻക്വയറിയാണ് വന്നത്. അന്ന് ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും അതിപ്പോൾ ഇന്ന് ഒരുപാട് കേരളത്തിലുടനീളമുള്ള ആൾക്കാർ ഇപ്പോൾ പഠിക്കാൻ വരുന്നുണ്ട്. ഇപ്പം തന്നെ എൻ്റെ സ്റ്റുഡൻറ്റ് ഒക്കെ തിരുവനന്തപുരത്തു നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ ഇവിടെ വന്ന് പഠിക്കുന്നവരുണ്ട്. പറയുമ്പോൾ ഇത് തൊട്ടടുത്ത വീട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമുള്ളൂ. എങ്കിൽ പോലും നമുക്ക് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം ഇത്രയും ദൂരത്തുനിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. നമ്മളുടെ ഈ തലമുറ ടെക്നിക്കലി എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് ഈവൻ ഓരോ കാര്യങ്ങളും, ഈവൻ ടിക്കറ്റ് ബുക്കിംഗ് ആവട്ടെ, ഊബർ വിളിക്കുന്നതാവട്ടെ, എല്ലാം നമ്മൾ പെട്ടെന്ന് ചെയ്യണം. ഇനി അങ്ങോട്ട് ഇത് ഇല്ലാതെ പറ്റില്ല. സോ നമ്മൾക്ക് പറ്റാവുന്നിടത്തോളം ആൾക്കാരെ, നമ്മുടെ ചുറ്റുവട്ടമുള്ളവരെ നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. എല്ലായിടത്തേക്കും എത്തിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ കൂടി നമ്മുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാരെ കുറച്ച് പേരെങ്കിലും, ഈവൻ വീട്ടിലുള്ള പിള്ളേരോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാർ, ഇത് അവരെ കൂടി മുതിർന്ന ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കുക. എന്നാലേ അവർക്കും കൂടെ നമ്മുടെ ഒപ്പം ഓടിയെത്താൻ പറ്റുള്ളൂ. ഇനിയുള്ള കാലത്ത് ഇതില്ലാതെ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും പഠിപ്പിക്കുക. ഈ 2 പേരെ വെച്ചിട്ട് ഓരോരുത്തരെങ്കിലും പഠിപ്പിക്കുക.